പക്ഷെ ഈ ഇന്നത്തെ കളിയിൽ 12 ആ ക്രമമാണെങ്കിൽ നാളെ വേറെ ക്രമമായിരിക്കും സംഭവിക്കുക. ഇതെന്തായാലും അതൊരു നാടകമാകുന്ന രീതിയിലുള്ള ഒരു എഴുത്ത് രീതി, അത് എഴുത്ത് ശരിയായെങ്കിൽ അത് നടക്കുള്ളൂ. പത്രത്തിലൊക്കെ ഉള്ള വരികൾ വരെ നടക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അധ്യാന്തം എന്നുള്ളത് തുടക്കത്തിലെ രംഗം, ആദ്യം പിന്നത്തെ രംഗം, പിന്നെ എന്നുള്ളത് പോലും മാറ്റി മറിച്ചിട്ട് ഇത് വേണേ എങ്ങനെയുള്ള മാറ്റി കളിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു പുറത്തൂടെ എഴുതപ്പെടുന്ന കൃതികൾ വരെയുണ്ട്. അത്രയും വരെ പോയ പരിശ്രമങ്ങൾ ഇതിനുമുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് അതൊക്കെയാണ് ഈ എഴുത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. എഴുത്തുകാരാണ് അതിസാഹസികമായി കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് തരേണ്ടത്. എപ്പോഴാണ് നമുക്ക് രംഗപ്രയോക്താക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഏറ്റവും ചുരുക്കി എനിക്ക് പറയാൻ പറ്റുന്നത്. താങ്ക്സ് സർ. മാധ്യമത്തിന്റെ പുതിയ ട്രെൻഡ്സിനെ പറ്റി സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് ജയൻ കെ സി. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട രംഗാവിഷ്കാരങ്ങളില് കണ്ടംപററി മലയാള നാടകവേദിയിലെ ഏറ്റവും പൊളിറ്റിക്കലായ അട്ടറൻസ് കാളി നാടകത്തിലെ അവസാന ഡയലോഗാണ്. ഇരുത്താനുള്ള അധികാരം അവർക്കാണ്, പക്ഷെ ഇരിക്കാതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാളി ഈ സാമ്പ്രദായിക പ്രതിഷ്ഠയിൽ നിന്ന് കോവിഡിന് ഇറങ്ങി പോകുന്ന സീൻ ഒരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് സ്ത്രീ രാഷ്ട്രീയത്തിന്റെ അല്ല, കീഴുള്ള സ്വത്വത്തിന്റെ തന്നെ കണ്ടംപററി മലയാള നാടക വേദി സാറ് പറഞ്ഞ കണക്ക് വളരെ വളരെ വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങൾ ആക്ച്വലി ഇതിവൃത്തത്തിൽ സ്വീകരിക്കുന്നുണ്ട്, രംഗാവിഷ്കാരം സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ സാറ് സൂചിപ്പിച്ച ഇന്റിഗ്രേറ്റഡ് മീഡിയ ആർട്സ്, ദൃശ്യ മാധ്യമത്തിന്റെ പ്രൊജക്ഷൻ അടക്കമുള്ള എല്ലാ തരത്തിലുള്ള വിഷ്വൽ സാധ്യതകളും നാടകം ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാളി നാടകത്തിലെ ഗോത്തിക് സീൻസ്, അതും ധാരാളം വിഷ്വൽ ലെയറുകളുള്ള ആവിഷ്കാരമാണ്. അത് സ്റ്റേജ് നാടകമാണ്. സ്റ്റേജ് അവതരിപ്പിക്കുമ്പോൾ പ്രതി സ്റ്റേജ് അനുസരിച്ച് ഓരോ സ്റ്റേജും അനുസരിച്ച് അതിന്റെ പാഠങ്ങൾ വൈവിധ്യമാർന്നതായിരിക്കും. ഒരേ പ്രൊഡക്ഷൻ തന്നെ വിവിധ ഓഡിയൻസിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ അത്തരത്തിലുള്ള വൈവിധ്യം. ഇപ്പൊ ദീപൻശ്വരാമന്റെ വർക്കിനെ കുറിച്ച് പറഞ്ഞു. സോ എവറി സിംഗിൾ വർക്ക്, എവറി സിംഗിൾ സ്റ്റേജ് പ്ലേയിലെ ഓരോ ആവിഷ്കാരങ്ങളും പ്രതിഭിന്നമാണ്. ഓരോ പ്രതിജനഭിന്നം എന്ന് പറയുന്ന പോലെ തന്നെ വൈവിധ്യമാർന്ന ടെക്സ്റ്റുകൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ രംഗ ഓരോ എന്താ പറയുക, ഓരോ പ്രദർശനവും വ്യത്യസ്തമാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇപ്പൊ സിനിമയെ കുറിച്ച് നമുക്ക് പറയാൻ 2 മിനിറ്റ് ഉള്ളൂ അല്ലേ? മലയാള സിനിമ പെട്ടെന്ന് ഒരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കാം. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ജെസി ഡാനിയൽ സിനിമയുടെ ചരിത്രം നമുക്കറിയാം. വിഗതകുമാരൻ തുടങ്ങി ഒരു റിയലിസ്റ്റ് കാലത്തേക്ക് മലയാള സിനിമ വരികയും മലയാള സിനിമ വളരെ ശക്തമായ നാടക പാരമ്പര്യമാണ് മലയാള സിനിമയിൽ നിഴച്ചിരുന്നത്, മുറ്റി നിന്നത്, ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അത് നാടകങ്ങളുടെ സിനിമ ആവിഷ്കാരമായിരുന്നു എന്ന് പറയാം. പക്ഷെ വെസ്റ്റേൺ സിനിമ നാടകത്തിൽ നല്ല, ഇത് ദൃശ്യകലയിൽ നിന്നാണ്, ഇത് പോസ്റ്റർ റെനൈസൻസ് പെയിന്റിങ്ങിൽ നിന്നാണ് സിനിമാറ്റിക് എക്സ്പ്രഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ കാതലായ വ്യത്യാസമുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് 40-കൾക്ക് ശേഷം റെയിലുകൾ കാലത്ത് വന്നപ്പോൾ ഇപ്പൊ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുക്കാൻ പറ്റില്ല. സിനിമ എന്ന് പറഞ്ഞാല് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷക്കപ്പുറം അതിനൊരു ദൃശ്യഭാഷയുണ്ട്, അതിനൊരു വ്യാകരണമുണ്ട്. അതുകൊണ്ട് ഈ ഭാഷയ്ക്ക് അതീതമായ സിനിമകളാണ് നമ്മൾ ആസ്വദിക്കുന്നത്. പക്ഷെ ഈ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഷോ ബിസിനസിന്റെ ഭാഗമായ എന്റർടൈൻമെന്റ് പ്രോഡക്റ്റുകളാണ്. ഞാൻ സിനിമ എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് സിനിമ ഒരു ഫൈൻ ആർട്ട് എന്ന നിലയിൽ. അപ്പൊ മലയാള സിനിമയിൽ ഫൈൻ ആർട്ട് എന്ന നിലയിൽ ഉള്ള എക്സ്പ്രഷൻസ് ഉണ്ടാകുന്നത് നമുക്ക് 50-കൾക്ക് ശേഷമാണ് പറയാൻ പറ്റും. അപ്പം മലയാള സിനിമയിലേക്ക് വരുവാണെങ്കിൽ
ഇന്ത്യൻ സിനിമയെ പോലെ തന്നെ ന്യൂ റിയലിസത്തിന്റെ സ്വാധീനം, ഇറ്റാലിയൻ ന്യൂ റിയലിസത്തിന്റെയും ഫ്രഞ്ച് ന്യൂ വേവിന്റെയൊക്കെ സ്വാധീനത്തിൽ ഉണ്ടായ ധാരാളം സിനിമകൾ നമുക്കുണ്ട്. പിന്നെ 70 മലയാളത്തിന്റെ ഒരു തരത്തിൽ ന്യൂ റിയലിസ്റ്റ് വസന്തം എന്ന് പറയാം. പക്ഷെ പെട്ടെന്ന് ആ ഒറ്റ സിനിമ പെട്ടെന്ന് അവസാനിക്കുകയും ഈ 90-കൾക്ക് ശേഷം സിനിമ ഡോമിനേറ്റ് ചെയ്യുന്ന ഈ കമേഴ്ഷ്യൽ പ്രോഡക്റ്റുകൾ മാത്രമായി മാറിയിരുന്നു. പക്ഷെ അതിന് വളരെ പൊളിറ്റിക്കൽ പ്രാധാന്യമുണ്ട്. അതൊത്തിരി ആളുകൾ കൺസ്യൂം ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. പക്ഷെ മലയാളത്തിലെ സിനിമ വളരെ വ്യക്തമായ ഒരു മാറ്റം, ഒരു പുതിയ അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, ബക്കർ, ആ കാലഘട്ടത്തിലേക്ക് ശേഷം ജോൺ അബ്രഹാമിനൊക്കെ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എസ്പെഷ്യലി ബ്രസലിനെ പോലുള്ള ഫ്രഞ്ച് ഓട്ടോസ് ന്യൂ വേവ് മൂവ്മെന്റ് ശരിക്കും അവരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പുതിയ സിനിമ, പെട്ടെന്ന് ഞാൻ അതിലേക്ക് വരാം, പുതിയ സിനിമയിലെ ചില പേരുകൾ, ഈ സിനിമ ആക്ടേഴ്സിന്റെ ഒരു താരങ്ങളുടെ താരാധിപത്യത്തിന്റെ ഒക്കെ ഒരു പിടിയിലായിരിക്കുമ്പോൾ തന്നെയും ഓറ്റു സിനിമ തന്നെ മരിച്ചു എന്ന നിലയിൽ എത്തുമ്പോഴാണ് പുതിയ സ്വരങ്ങൾ നമ്മൾ കാണുന്നത്. ഏറ്റവും പുതിയ സ്വരം എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് സിനിമ ഈ കൂടുതൽ വിഷ്വൽ എഫക്ട്സും അതോടൊപ്പം തന്നെ അനിമേഷനും ഒക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്തുള്ള പുതിയ നറേറ്റീവ് മുന്നോട്ട് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ നോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിന്റെ ടൈഗർ അവാർഡ് മത്സരിച്ച ഫിപ്രസ്കി പുരസ്കാരം നേടിയ മലയാളത്തിൽ നിന്നുള്ള ഒരു ഫിലിമുണ്ട്, മിഥുൻ മുരളിയുടെ കിസ്വാഗൻ. കിസ്വാഗൻ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അതിലെ കഥാപാത്രങ്ങൾ നിഴൽ രൂപങ്ങൾ മാത്രമാണ്. അത് അനിമേറ്റഡ് പൊളിറ്റിക്കൽ ത്രില്ലറാണ്. പക്ഷെ വെറും പൊളിറ്റിക്കൽ ത്രില്ലറല്ല, അത് അവതരിപ്പിക്കുന്ന ഒരു കഥാപരിസരം എന്ന് പറയുന്നത് ഹൈലി ലേയേർഡാണ്. അത് കറണ്ട് പൊളിറ്റിക്സിനെ, അപ്പം ഈ ഇന്നത്തെ സമഗ്രാധിപത്യ പ്രവണതകളെ, റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ, ജെൻഡർ പൊളിറ്റിക്സിനെ, കീഴാള പൊളിറ്റിക്സിനെ, മതത്തിന്റെ മനുഷ്യരുടെ മേലുള്ള സ്വാധീനത്തെ, അതോടൊപ്പം തന്നെ ഈ ഗ്ലോബലിൽ കാണുന്ന റൈറ്റ് വിങ് സർജനെ ഒക്കെ അഡ്രസ് ചെയ്യുമ്പോഴും കഥാപാത്രങ്ങൾക്കൊന്നും മുഖമില്ല. അതിന്റെ സെൻട്രൽ കഥാപാത്രമായ ഐല എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി, അവൾ ഒരു കൊറിയർ സർവീസ് നടത്തുന്നതാണ്. പക്ഷെ അവൾ ചെയ്യുന്നത്, അവൾ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു കിസ്സാണ്. ഷീസ് ഡെലിവറിങ് എ കിസ്. ഞാൻ ജസ്റ്റ് അതിന്റെ വളരെ ലളിതമായി എൻ്റെ സ്റ്റോറി ലൈൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല, സ്റ്റോറി ലൈനേ അല്ല, പക്ഷെ അതൊരു ലെജൻഡാണ്. 3 മണിക്കൂർ നീളമുള്ള ഒരു മഹാ വിഷ്വൽ ട്രീറ്റാണ് ആ ഫിലിം. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇദ്ദേഹം പ്രദർശിപ്പിച്ചില്ല എന്ന് തോന്നുന്നു. ചന്ദ്രാസ്ഥാനം കണ്ടാണോ കിസ്വാഗൻ? കൊച്ചിയിലുള്ള ഫോട്ടോച്ചിലാണ് മിഥുൻ മുരളി താമസിക്കുന്നത്. അയാളുടെ പ്രീവിയസ് വർക്ക് ഹ്യൂമാനിയാണ്. പക്ഷെ ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്, അതിന്റെ സൗണ്ട് കൊടുത്തിരിക്കുന്നത്, അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, അതിലെ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഒക്കെ മിഥുൻ മുരളി തന്നെ. ഗീതാഞ്ജലിയോ മറ്റോ ഗ്രീഷ്മ ഒരു ഓർഡർ കൂടിയുണ്ട്. അപ്പൊ അതിന് 3 പേര് കൂടിയിട്ട് ഒരു പ്രൊജക്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. അതൊരു എപ്പിക്കാണ്. അതൊരു വാട്ടർഷെഡ് മൂവ്മെന്റ് ആണ് മലയാള സിനിമയിൽ ഇരിക്കുന്നത്. പക്ഷെ ആ സിനിമ ഇനി മലയാളത്തിലെ വളരെയധികം ഓട്ടൂൾസിനെ പ്രചോദിപ്പിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ കൃഷ്ണന്ദു കലേഷിന്റെ ഫിലിം സാറ് കണ്ടിട്ടുണ്ടോ? പ്രാപ്പിട